ലിവർപൂൾ ഫുട്ബോൾ ക്ലബിൻ്റെ ചരിത്രത്തിൽ തന്നെ വലിയൊരു അധ്യായമാണ് ഈ ഒരു സീസണോടെ അവസാനിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എർഗൻ ക്ലോപ്പിൻ്റെ കാര്യമാണ്. അപ്പം എർഗൻ ക്ലോപ്പ് ലിവർപൂൾ വിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പം അടുത്ത സീസൺ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയൊരു നിർണായകമായ അടുത്ത സീസൺ മുതൽ ഒരു പുതിയൊരു കാലഘട്ടത്തിലേക്ക് അവർ പ്രവേശിക്കാൻ വേണ്ടി പോവുക. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രാൻസിഷൻ ഫേസ് കുറച്ചുകൂടെ സ്മൂത്തർ ആകാൻ വേണ്ടി അവർ ലിവർപൂൾ ഫുട്ബോൾ ക്ലബ്ബിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു FSG ആദ്യം തന്നെ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ അവർ ആദ്യം ഒരു പുതിയൊരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു പുതിയൊരു ഡെസിഗ്നേഷൻ അവരുടെ ക്ലബ്ബിൽ അവർ ക്രിയേറ്റ് ചെയ്തു. CEO ഓഫ് ഫുട്ബോൾ ഫോർ FSG എന്ന് പറയുന്ന ഒരു ഡെസിഗ്നേഷൻ അവർ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവരുടെ ഒരു പഴയ ഒരു സ്പോർട്ടിംഗ് ഡയറക്ടറായിരുന്ന മൈക്കൽ എഡ്വാർഡ്സിനെ ആ ഒരു റോളിലേക്ക് കൊണ്ടുവന്നു. മൈക്കൽ എഡ്വാർഡ്സിൻ്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. 2022 ലിവർപൂളിൽ നിന്ന് പോയ ഒരു വ്യക്തിയാണ്. സ്പോർട്ടിംഗ് ഡയറക്ടറായിരുന്ന ആ ഒരു സമയത്ത് പുള്ളി റിസൈൻ ചെയ്ത് പുള്ളി പോയൊരു വ്യക്തിയാണ് ഈ ഒരു മൈക്കൽ എഡ്വാർഡ്സ്. പുള്ളി ലിവർപൂളിൽ നിന്ന് പോകാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്ലോപ്പിൻ്റെ ലിവർപൂളിനുള്ളിലുള്ള ആ ഒരു ഇൻഫ്ലുവൻസ് അത് പുള്ളിക്ക് മേളിലെത്തി എന്ന് പുള്ളിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ പുള്ളിയുടെ ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ വീറ്റോ ചെയ്യാനുള്ള ഒരു പവർ ക്ലോപ്പിനുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ഈ ഒരു മൈക്കൽ എഡ്വാർഡ്സ് ലിവർപൂൾ ഫുട്ബോൾ ക്ലബ്ബ് വിട്ട് പോയത്. പക്ഷേ പുള്ളിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ലിവർപൂൾ പലപ്പോഴായിട്ട് ശ്രമിച്ചു നോക്കി. പക്ഷേ ഈ മനുഷ്യൻ എന്ത് ചെയ്താൽ വഴങ്ങുന്നില്ലായിരുന്നു. അപ്പോഴാണ് ഇങ്ങനത്തെ ജസ്റ്റ് ഒരു സ്പോർട്ടിംഗ് ഡയറക്ടറിനേക്കാളും മേളിൽ കുറച്ചുകൂടി ഒരു വൈഡറായിട്ടുള്ള ഒരു റോള് പുള്ളിക്ക് മുന്നിലേക്ക് ലിവർപൂൾ അല്ലെങ്കിൽ FSG വെക്കുന്നത്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്ത് പുള്ളി ഇപ്പോൾ ആ ഒരു CEO റോളിൽ പുള്ളി ഇപ്പം തിരിച്ച് വന്നിട്ടുണ്ട്. FSGയുടെ ഒരു ഫുട്ബോൾ നോക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒരു ലിവർപൂൾ ഫുട്ബോൾ അല്ല, ജനറലായിട്ട് FSGയുടെ അണ്ടറിൽ വരുന്ന ഫുട്ബോൾ ക്ലബ്ബുകളെ എല്ലാം നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അവിടെ എല്ലാം ക്രൂഷ്യലായിട്ടുള്ള ഡിസിഷൻസ് മേക്ക് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ മൈക്കൽ എഡ്വാർഡ്സ് ഇപ്പം ലിവർപൂളിൽ തിരിച്ച് വന്നു. അപ്പോൾ ലിവർപൂളിൽ ഈ ഒരു മനുഷ്യൻ തിരിച്ച് വന്നപ്പം തന്നെ ഇനിയിപ്പം പുള്ളിയുടെ അണ്ടറിൽ ഒരു പുതിയൊരു ഫുട്ബോളിംഗ് സ്ട്രക്ചർ ഈ ഒരു ലിവർപൂളിൽ പുള്ളി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതിൻ്റെ ഭാഗമായിട്ട് പുള്ളി നടത്തിയ ആദ്യത്തെ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ബോൺമുത്തിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ടുള്ള റിച്ചാർഡ് ഹ്യൂഗ്സ് ആണ്. അപ്പോൾ ആ ഒരു റിച്ചാർഡ് ഹ്യൂഗ്സിൻ്റെ ബോൺമുത്തിലെ ഒരു ഇൻഫ്ലുവൻസ് നമ്മൾ നോക്കിയാൽ അവിടെ റിച്ചാർഡ് ഹ്യൂഗ്സ് ഒത്തിരി നല്ല സൈനിങ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. പുള്ളിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പുള്ളി നഥാനൊക്കെ റാംസ്റ്റൈൽ ഇങ്ങനത്തെ നല്ല സൈനിങ്സ് കൊണ്ടുവന്നു. വളരെ ചീപ്പായിട്ട് ഇവരെയൊക്കെ മേടിക്കുന്നു, ഒത്തിരി കാശ് കൂട്ടി അല്ലെങ്കിൽ ഒത്തിരി പ്രോഫിറ്റിൽ ഇവരെ വിൽക്കുന്നു. അപ്പോൾ അത് മാത്രമല്ല, പുള്ളി വന്നതിന് ശേഷമുള്ള ബോൺമുത്തിനെ നോക്കിയാൽ ജനറലി ബോൺമുത്ത് എന്ന് പറയുന്ന ക്ലബ്ബ് ശരിക്കും പറഞ്ഞാൽ ഒരു റെലിഗേഷൻ ബാറ്റിലേഴ്സ് ആയിരുന്നു ഇവർ ആ ഒരു റെലിഗേഷൻ ബാറ്റിലേഴ്സിൽ നിന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇവർ ആ ഒരു 10നും 15നും ഇടയ്ക്ക് ആ ഒരു മിഡ് ടേബിൾ ടീം എന്നുള്ള രീതിയിൽ കുറച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രീമിയർ ലീഗിൽ ഇപ്പം സ്റ്റേ ചെയ്യുന്നുണ്ട്. അതിനുള്ള മെയിൻ കാരണമായിട്ട് എടുത്തു പറയപ്പെടുന്നത് ഈ ഒരു റിച്ചാർഡ് ഹ്യൂഗ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പോളിസിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ലിവർപൂൾ പോലത്തെ ഒരു ക്ലബ്ബ് ഇങ്ങനത്തെ ഒരു സ്പോർട്ടിംഗ് ഡയറക്ടറെ അവരുടെ ക്ലബ്ബിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ റിച്ചാർഡ് ഹ്യൂഗ്സിനെ മാത്രമല്ല ബോൺമുത്തിൽ നിന്ന് അവരുടെ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ടുള്ള മാർക്ക് ബുർച്ചിൽ ആ ഒരു മനുഷ്യനെ ഈ ഒരു ലിവർപൂൾ ഇപ്പം ഈ ഒരു ഫുട്ബോളിംഗ് സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ട് ലിവർപൂളിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഈ റിച്ചാർഡ് ഹ്യൂഗ്സ് ഒക്കെ ജൂൺ 1 മുതലായിരിക്കും ലിവർപൂളിൻ്റെ ഒഫീഷ്യലായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യർ ഇവരെല്ലാവരും ലിവർപൂളിൽ വരുന്നതോടെ ഇവരുടെയൊക്കെ ഒരു ആദ്യത്തെ ഒരു ടാസ്ക് അല്ലെങ്കിൽ ഇവരുടെ ആദ്യത്തെ ഒരു ദൗത്യം എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ക്ലോപ്പിൻ്റെ ആ ഒരു റീപ്ലേസ്മെൻറ്റിനെ കണ്ടെത്തുക എന്നുള്ളതായിരിക്കും ഇവരുടെ ആദ്യത്തെ ഉള്ള ആ ഒരു ജോലി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഭയങ്കര ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ലിവർപൂളിൻ്റെ ഫ്യൂച്ചറിനെ തന്നെ ബാധിക്കാൻ പോകുന്ന ഒരു വലിയൊരു ഡിസിഷൻ ആയിരിക്കും അവർ ആദ്യം തന്നെ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഈ ഒരു ക്ലോപ്പിൻ്റെ റീപ്ലേസ്മെൻറ്റിൻ്റെ കാര്യമൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ കോച്ചസിനെ ലിവർപൂളുമായിട്ട് ലിങ്ക് ചെയ്ത് നമ്മളിപ്പം കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചാബി അലോൺസോ നമുക്ക് എല്ലാവർക്കും അറിയാം, ലിവർപൂൾ ആരാധകരുടെയൊക്കെ ഫേവറേറ്റ് എന്ന് പറയുന്നത് അവരുടെ ക്ലബ് ലെജൻഡ് എന്ന് പറയാവുന്ന അല്ലെങ്കിൽ ലിവർപൂളിന് വേണ്ടി കളിച്ചിട്ടുള്ള ആ ഒരു ചാബി അലോൺസോ എന്ന് പറയുന്ന ബയർ ലെവർക്യൂസൻ്റെ മാനേജറിനെയാണ്. അപ്പോൾ ബയർ ലെവർക്യൂസിന് നിൽക്കുന്ന ഈ ഒരു മാനേജർ ഇങ്ങോട്ട് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയായിട്ട് ഒരു ക്ലാരിറ്റി ഒന്നും കിട്ടിയിട്ടില്ല. കാരണം ചിലപ്പം പുള്ളി ബയർ ലെവർക്യൂസിന് തന്നെ 2 സീസൺ കൂടെ നിന്നേക്കാം, അല്ലെങ്കിൽ ബയൺ മ്യൂണിച്ച് അവിടെ നോക്കുന്നുണ്ട്. ബയൺ മ്യൂണിച്ചിലേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ എന്ന് സ്കൈ ജർമ്മനിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലും ഒരു ക്ലാരിറ്റി ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കോച്ചസിൻ്റെ കാര്യത്തിലും അവർക്കും ചാൻസസ് ഉണ്ട്. ഈ ഡിസർബി എന്നൊക്കെ പറയുന്ന ആ ഒരു കോച്ച് ശരിക്കും പറഞ്ഞാൽ റിച്ചാർഡ് ഹ്യൂഗ്സിൻ്റെ ഫേവറേറ്റാണ്. പുള്ളി ഭയങ്കര ഫാനാണ്, ഈ ഒരു ഡിസർബിയുടെ ഭയങ്കര ഫാനാണ് റിച്ചാർഡ് ഹ്യൂഗ്സ്. സോ ഡിസർബി വരാൻ സാധ്യതയുണ്ട്. റൂബൻ അമോറിയം, അതുപോലെ നഗൽസ്മാൻ, ഇങ്ങനത്തെ കോച്ചസൊക്കെ അവൈലബിൾ ആണ്. ഇവരെയൊക്കെ കിട്ടാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ ഇവരെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം, ഇവരിൽ ആരെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം അല്ലെങ്കിൽ ഇവരിൽ ആര് വരണം എന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ പോകുന്നത് ഈ മൈക്കൽ എഡ്വാർഡ്സ്, റിച്ചാർഡ് ഹ്യൂഗ്സ് ഇവരുടെ ടീമായിരിക്കും. പിന്നെ ഇവരുടെ മുന്നിലുള്ള വേറൊരു ടാസ്ക് എന്ന് പറയുന്നത് ഇവരുടെ കുറേ എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ ഇവരുടെ മെയിൻ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിവർപൂളിൻ്റെ കുറേ പ്ലെയേഴ്സിൻ്റെ കോൺട്രാക്റ്റ് 2025 അവസാനിക്കുകയാണ്. ഇപ്പം വെർജിൽ വാൻഡയ്ക്കായാലും മുഹമ്മദ് സലാ ആയാലും ട്രെൻഡ് ആയാലും അപ്പോൾ ഇങ്ങനത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിവർപൂളിൻ്റെ പ്ലെയേഴ്സിൻ്റെയൊക്കെ കോൺട്രാക്റ്റ് അവസാനിപ്പിക്കുന്നു. ഒന്നുകിൽ ഇവരുടെയൊക്കെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ ഇവരെ
നല്ല കാശിന് വിൽക്കണം. അപ്പം അങ്ങനത്തെ ഡിസിഷൻസൊക്കെ ഇവരായിരിക്കും മേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ട്രെൻഡിൻ്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. റയൽ ഇപ്പം ട്രെൻഡിൻ്റെ കാര്യത്തിൽ ഒത്തിരി സീരിയസ് ആണെന്ന് കേൾക്കുന്നുണ്ട്. 2025 ട്രെൻഡിൻ്റെ കോൺട്രാക്റ്റ് അവസാനിക്കും. അതുകൊണ്ട് തന്നെ റയൽ മാഡ്രിഡ് മിക്കവാറും ഈ ഒരു സമ്മറിൽ ട്രെൻഡിന് വേണ്ടി വരാൻ സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെ ഈ ഒരു ടീം ടാക്കിൾ ചെയ്യും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. പിന്നെ ലിവർപൂൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യമായിട്ട് പറയപ്പെടുന്നത് ആ ഒരു മൾട്ടി ക്ലബ് ഓണർഷിപ്പ്. നമ്മുടെ ഈ ഒരു സിറ്റി ഗ്രൂപ്പ്, റെഡ് ബുള്ള് അവരൊക്കെ ചെയ്യുന്ന പോലെ ആ ഒരു മൾട്ടി ക്ലബ് ഓണർഷിപ്പിലേക്ക് മിക്കവാറും ലിവർപൂൾ പോയേക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മൈക്കിൾ എഡ്വാർഡ്സിനെ ഈ ഒരു CEO ഓഫ് ഫുട്ബോൾ ഫോർ FSG എന്ന് പറയുന്ന ആ ഒരു റോളിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് കേൾക്കുന്നു. അതുമാത്രമല്ല, മൈക്കിൾ എഡ്വാർഡ്സ് പുള്ളി പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു മൾട്ടി ക്ലബ് ഓണർഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് എല്ലാ ക്ലബ്ബുകളും, ഇങ്ങനത്തെ വലിയ ക്ലബ്ബുകൾക്കൊക്കെ ആ ഒരു സബ്സിഡറി ക്ലബ്ബുകൾ വേണം എന്നുള്ള ആ ഒരു അഭിപ്രായക്കാരനാണ് ഈ ഒരു മൈക്കിൾ എഡ്വാർഡ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പ്ലാന് ലിവർപൂളിനുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു മൾട്ടി ക്ലബ് ഓണർഷിപ്പിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പല ക്ലബ്ബുകളും ഈ മൾട്ടി ക്ലബ് ഓണർഷിപ്പ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് നമുക്ക് കുറേ കൂടെ വൈഡറായിട്ടുള്ള ടാലൻസിനെ അവരുടെ ക്ലബ്ബിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെ ആ ടാലൻസിനെയൊക്കെ നമുക്കൊരു മെയിൻ ക്ലബിലേക്കുള്ള ആ ഒരു ടാലൻസിന് മെയിൻ ക്ലബിലേക്കുള്ള ഒരു ലോഞ്ചിങ് പാഡ് പോലെ ആ ഒരു സബ്സിഡറി ക്ലബ്സിനെ യൂസ് ചെയ്യാം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും ഇങ്ങനത്തെ പ്ലെയേഴ്സിനെ സംബന്ധിച്ചും ക്ലബ്ബുകളെ സംബന്ധിച്ചും. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്ലെയറിനെ ഇവിടെ യങ്ങറായിട്ടുള്ള ഒരു പ്ലെയറിനെ ഒരു ക്ലബ്ബ് മേടിക്കുന്നു, എന്നിട്ട് അവർക്കൊരു സബ്സിഡറി ക്ലബ്ബൊന്നും ഇല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു ക്ലബ്ബിൽ ചിലപ്പോൾ ലോണിൽ വിടും. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു പ്ലെയറിന് മാക്സിമം ഗെയിം ടൈം ഒന്നും കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ പലരുടെയും കരിയർ മോശമായി പോകാറുണ്ട്. അപ്പോൾ അത് ശരിക്കും ഇങ്ങനത്തെ വലിയ വലിയ ക്ലബ്ബുകളെ സംബന്ധിച്ച് ഒരു മോശം കാര്യമാണ്. അതുപോലെ തന്നെ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലും മോശം കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ സബ്സിഡറി ക്ലബ്ബുകൾ ലിവർപൂളോ അല്ലെങ്കിൽ യുണൈറ്റഡോ ചെൽസിക്കുണ്ടോ ഓൾറെഡി സബ്സിഡറി ക്ലബ്ബുണ്ട്, സ്ട്രാസ്ബർഗ് എന്ന് പറയുന്ന ക്ലബ്ബുണ്ട്. അപ്പോൾ അങ്ങനെ സബ്സിഡറി ക്ലബ്ബുകൾ ഉണ്ടെങ്കിൽ അവിടോട്ട് നമുക്ക് വിടാം. അവിടെ ഒരു ഗ്യാരണ്ടീഡ് ആ ഒരു ഗെയിം ടൈമും കാര്യങ്ങളും ഇങ്ങനത്തെ പ്ലേയേഴ്സിനെ കിട്ടും. അങ്ങനെ ആ ഒരു ലോഞ്ചിങ് പാഡ് പോലെ കറക്റ്റായിട്ട് ട്രാൻസിഷൻ ചെയ്ത് ഈ ഒരു ഫസ്റ്റ് ടീമിലേക്ക് അല്ലെങ്കിൽ മെയിൻ ടീമിലേക്ക് വരാൻ വേണ്ടിയൊക്കെ സഹായിക്കും ഇങ്ങനത്തെ സബ്സിഡറി ക്ലബ്ബുകൾ. പക്ഷേ അതേസമയം നമുക്ക് വേറൊരു പ്രശ്നം ഇങ്ങനത്തെ ക്ലബ്ബുകൾ കൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ യുഎഫയുടെ ഒരു റൂൾ അനുസരിച്ച് സെയിം ഓണർഷിപ്പുള്ള 2 ക്ലബ്ബുകൾക്ക് ഒരേ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പം അത് പലപ്പോഴും പല ക്ലബ്ബുകൾക്കും പാരയായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ലിവർപൂളാണെങ്കിൽ തന്നെ അവർക്കൊരു ക്ലബിൻ്റെ ഓണർഷിപ്പ് അല്ലെങ്കിൽ ഒരു ക്ലബിനെ അവർ അക്വയർ ചെയ്യാൻ ശ്രമിച്ചാൽ തന്നെ അവരാദ്യം ചെയ്യാൻ പോകുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബ്രസീലായാലും പോർച്ചുഗീസ് ലീഗ് ആണെങ്കിലും ഇറ്റാലി ആണെങ്കിലും സ്പെയിൻ ആണെങ്കിലും ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും മെയിൻ ലീഗിൽ കളിക്കുന്ന ഒരു ടീമിനെ തന്നെ ആയിരിക്കും ഇവർ ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവിടുത്തെ ഒരു റെലിഗേഷൻ ബാറ്റിലേഴ്സ് ആ ഒരു രീതിയിൽ നിൽക്കുന്ന ഒരു ടീമിനെ ആയിരിക്കും മിക്കവാറും ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ടാർഗറ്റ് ചെയ്ത് അവരെ ഒരു മിഡ് ടേബിൾ ടീം ആക്കി മാറ്റുക എന്നുള്ളതായിരിക്കും ഇവരുടെ ഒരു എയിം. അല്ലാതെ കൺസിസ്റ്റൻ്റായിട്ട് യൂറോപ്യൻ കോമ്പറ്റീഷനൊക്കെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ള ഒരു സംഭവം കാണത്തില്ല. കാരണം യൂറോപ്യൻ കോമ്പറ്റീഷനിൽ അങ്ങനത്തെ ക്ലബ്ബ് വന്നു കഴിഞ്ഞാൽ ആ ഒരു മൾട്ടിപ്പിൾ ഓണർഷിപ്പിൻ്റെ പ്രശ്നം, യുഎഫയുടെ റൂൾ അനുസരിച്ച് മൾട്ടിപ്പിൾ ഓണർഷിപ്പിൻ്റെ പ്രശ്നം വരും. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ലിവർപൂളിന് തന്നെ വന്നിട്ടുണ്ട്. ലിവർപൂളിൻ്റെ ഈ ഒരു FSGക്കുള്ളിൽ 11% ഷെയർസ് റെഡ് ബേർഡ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റെഡ് ബേർഡ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഈ ഒരു കമ്പനി ശരിക്കും പറഞ്ഞാൽ AC മിലാൻ്റെയും അതുപോലെ തന്നെ ടുളൂസിൻ്റെയും ബെൽജിയൻ ക്ലബ്ബായിട്ടുള്ള ടുളൂസിൻ്റെയും ഒക്കെ ഓണേഴ്സാണ്. അപ്പോൾ ഇവരുമായിട്ടൊക്കെ കളികൾ അല്ലെങ്കിൽ ഇവരുമായിട്ട് ഒരേ ടൂർണമെൻറ്റിൽ ലിവർപൂൾ വന്ന സമയങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു യൂറോപ്പ ലീഗിൽ ലിവർപൂളും ടുളൂസും യൂറോപ്പ ലീഗിൽ കളിക്കുന്നതുകൊണ്ട് തന്നെ ലിവർപൂളിന് അല്ലെങ്കിൽ FSGക്ക് അവരുടെ ആ ഒരു സ്റ്റേക്കിൻ്റെ കാര്യമൊക്കെ ഈ റെഡ് ബേർഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ടുളൂസിലുള്ള അവരുടെ ആ ഒരു സ്റ്റേക്കിൻ്റെ കാര്യങ്ങളൊക്കെ പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം മാത്രമേ അവർക്ക് കളിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അത് മാത്രമല്ല, കോൺഫറൻസ് ലീഗ് നോക്കിയോ, കോൺഫറൻസ് ലീഗിൽ ആസ്റ്റൺ വില്ല ഈ പ്രാവശ്യം ആദ്യമായിട്ട് അവർ ക്വാളിഫൈ ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ തന്നെ ഓണർഷിപ്പിൽ അല്ലെങ്കിൽ അവരുടെ ഓണേഴ്സിൻ്റെ അണ്ടറിലുള്ള ഇറ്റാലിയൻ ക്ലബ്ബല്ല പോർച്ചുഗീസ് ക്ലബ്ബ് വിക്ടോറിയ എന്ന് പറയുന്നൊരു ക്ലബ്ബിന്. അപ്പോൾ ആ ഒരു ക്ലബ്ബും കോൺഫറൻസ് ലീഗിലുണ്ട്. അപ്പോൾ ഈ ഒരു ഓണർഷിപ്പ് ക്ലാഷ് വന്നു. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആസ്റ്റൺ വില്ലയുടെ ഓണേഴ്സ് ഉണ്ടല്ലോ, അവരുടെ ആ ഒരു വിക്ടോറിയ എന്ന് പറയുന്ന ആ ഒരു ക്ലബ്ബിൽ അവരുടെ മെജോറിറ്റി ഷെയർസ് വിറ്റിട്ട് അവരൊരു മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് മാറി. അപ്പോൾ അങ്ങനെ ആ ഒരു മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആയപ്പോൾ മാത്രമാണ് അവർക്ക് ആസ്റ്റൺ വില്ലയ്ക്കും അതുപോലെ തന്നെ വിക്ടോറിയയ്ക്കും ആ ഒരു യൂറോപ്പ കോൺഫറൻസ് ലീഗിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ ലീഗിലെയും ഒരു ആവറേജ് ടീം അല്ലെങ്കിൽ ഒരു മിഡ് ടേബിൾ ടീം അല്ലെങ്കിൽ റെലിഗേഷൻ ബാറ്റിലേഴ്സ് അങ്ങനത്തെ ടീമുകളെ ആയിരിക്കും സബ്സിഡറി ക്ലബ്ബായിട്ട് എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു അംബീഷൻ എന്ന് പറയുന്നതും എന്താണെങ്കിലും ലീഗിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെ പയ്യെ ലീഗിൽ ആ ഒരു ഫസ്റ്റ് ടോപ്പ് ടിയറിൽ പിടിച്ചു നിൽക്കുക
ഇങ്ങനത്തെ യങ്ങർ ടാലൻസിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇതൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ സബ്സിഡറി ക്ലബ്ബുകൾ കൊണ്ട് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു സബ്സിഡറി ക്ലബ്ബ് മോഡലിൽ ഓൾറെഡി ചെൽസി പോകുന്നുണ്ട്, സിറ്റി ഉണ്ട്, റെഡ് ബുൾ ഗ്രൂപ്പ് ഉണ്ട്, ചിലപ്പോൾ യുണൈറ്റഡും ചിലപ്പം നീസിനെ യൂസ് ചെയ്തെന്ന് വരാം. അപ്പം ലിവർപൂളും അതേ പാതയിലാണ്. അങ്ങനത്തെ ഒരു പ്രോസസ്സിലേക്ക് ലിവർപൂളും കടക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു. മോഡേൺ ഫുട്ബോൾ എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കും റൺ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഈ മൈക്കിൾ എഡ്വാർഡ്സൊക്കെ വിശ്വസിക്കുന്നത്. അപ്പം ഇത്രയും ചേഞ്ചസാണ് ഞാൻ ഈ ഒരു ലിവർപൂളിൻ്റെ ഈ ഒരു കാര്യത്തിൽ എൻ്റെ അറിവിൽ ഇത്രയും ചേഞ്ചസാണ് ലിവർപൂളിനുള്ളിൽ ഇപ്പം പെട്ടെന്ന് ഈ ഒരു ക്ലോപ്പ് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഇതല്ലാതെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസ് ആയിട്ട് ഇടുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുമാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ കണ്ടൻസിനെ കുറിച്ചുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ശരിക്കും ആ ഒരു കണ്ടൻറ്റിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻസ് ആയിട്ട് നിങ്ങൾ അറിയിക്കുക. മറ്റൊരു നല്ല വീഡിയോ കാണാം. ബൈ.